നിസ്കാരത്തിൽ സുജൂദിന് എന്തുണ്ട്? ഒരു പ്രത്യേകതയുണ്ട്. ഒരു അടിമ ഏറ്റവും കൂടുതൽ താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തുള്ളത്? നിസ്കാരത്തിലെ സുജൂദിലുള്ളത്. കാരണം എല്ലാ അവയവങ്ങളും എന്ത് ചെയ്യാണ്? ഒരാളുടെ മുമ്പിൽ നമ്മൾ കുനിഞ്ഞ് ആ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഒരു സൃഷ്ടിയുടെ മുമ്പിൽ അങ്ങനെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അത്രയും ഒരു അടിമ വിനയപ്പെടുന്ന അവസ്ഥ ഏതിലുണ്ട്? സുജൂദിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൈകാലുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ പതിപ്പിക്കുന്നു. നമ്മുടെ നെറ്റി ഭൂമിയിൽ പതിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ കുറിച്ച് പറയുന്നത് അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. നിസ്കാരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? സുജൂദിന്റെ സന്ദർഭത്തിലാണെന്നാണ്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിന്റെ സന്ദർഭത്തിൽ. അപ്പൊ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഫഅക്സിറൂ മിനദ് ദുആ. നിങ്ങൾ എന്ത് വർദ്ധിപ്പിക്കണം? ദുആ വർദ്ധിപ്പിക്കണം. സുജൂദിലാണ് എന്ത് ചെയ്യേണ്ടത്? ദുആ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സ്ഥലം. കാരണം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സുജൂദിൻ്റെ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. പല ആളുകളും സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാത്ത ഒഴിവ് സമയത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രവണത അതും കൂടി എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. നല്ല ദീർഘമായ സുജൂദിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? സുജൂദിൽ പ്രാർത്ഥിക്കണം കുറേ സമയം. ഒന്നാമത്തേത്, സുജൂദിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് കുറച്ചൊക്കെ പ്രയാസമാണ്. മറ്റേ രൂപത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സുഗന്ധം ഉണ്ടാവില്ല, സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവില്ല. അതിന് നല്ലൊരു ജുഹൂദ്, പരിശ്രമം എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പം അങ്ങനെ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ സുജൂദ് പ്രാർത്ഥന വർദ്ധിപ്പിക്കുക.